നേഷൻ ഫെസ്റ്റിൽ ഇന്ന് നമ്മോടൊപ്പം അതിഥിയായിട്ടുള്ളത് ഹൈക്കോടതി അഭിഭാഷകനായ അഡ്വക്കേറ്റ് ഐസക് ചെറിയാനാണ്. നമസ്കാരം. നമസ്കാരം. അതെ, 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. എക്സിറ്റ് പോളുകൾ സൂചിപ്പിക്കുന്നത് പോലെ, ഭൂരിപക്ഷം എക്സിറ്റ് പോളുകൾ സൂചിപ്പിക്കുന്നത് പോലെ കേരളത്തിൽ BJP സീറ്റ് തുറക്കില്ല എന്നാണ് പലരും റിപ്പോർട്ട് ചെയ്യുന്നത്. താങ്കളുടെ അഭിപ്രായത്തിൽ എന്താണ് തോന്നുന്നത്? കേരളത്തിൽ BJPക്ക് 2016 സംഭവിച്ചതുപോലെ ഒരു BJP അക്കൗണ്ട് തുറക്കാനുള്ള സാധ്യത എത്രത്തോളമാണ്? തീർച്ചയായിട്ടും BJP അക്കൗണ്ട് തുറക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഞാൻ മനസ്സിലാക്കുന്ന വെച്ചിട്ടാണെങ്കിൽ കഴക്കൂട്ടം മണ്ഡലങ്ങളിൽ BJP അക്കൗണ്ട് തുറക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അതിൽ തന്നെ നേമം വളരെ പ്രസക്തമായിട്ടുള്ള ഒരു മണ്ഡലമാണ്. BJPയെ സംബന്ധിച്ച് ഇപ്പം BJPയുടെ ഒരു വോട്ട് ഷെയർ നമുക്ക് കേരളത്തിൽ അറിയാം. കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഏകദേശം 19 മുതൽ 20% വരെ വോട്ട് ഷെയറിലേക്ക് ചില മണ്ഡലങ്ങളിലെങ്കിലും എത്തി നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട പാർട്ടിയായി BJP മാറിയപ്പോൾ അത് സീറ്റ്സിലേക്ക് മാറ്റാൻ കഴിയുന്ന ഒരു സാഹചര്യം, നമ്മൾ ബീഹാറിലൊക്കെ BJPക്ക് പറ്റിയ ഒരു സാഹചര്യം കേരളത്തിൽ ഇല്ലാത്തത് കൊണ്ട് വലിയ മുന്നേറ്റം അത്തരത്തിൽ നടത്താൻ പറ്റാതെ പോയൊരു പാർട്ടിയാണ് BJP. പക്ഷെ കേരളത്തിൽ വെറും 12% നിന്ന് 20% വോട്ട് ഷെയറിലേക്ക് BJP വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് വളരുകയാണ് ചെയ്തത്. അതിൽ തന്നെ നേമത്തിന്റെ അവസ്ഥ എന്താണ്? നേമത്തിൽ ഇപ്പോഴത്തെ സാഹചര്യം, കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷന്റെ തിരഞ്ഞെടുപ്പ് ഫലം, അതിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് പരിശോധിച്ചാൽ ഇടതുപക്ഷവും അതായത് LDFും UDFും രണ്ട് ഫ്രണ്ടുകളുടെയും കൂടെ വോട്ട് ആഡ് ചെയ്താൽ ഒരു പക്ഷേ BJPയുടെ വോട്ടുകളിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ അത്രയും അധികം ശക്തമായിട്ടുള്ള ഒരു തിരഞ്ഞെടുപ്പാണ് അവിടെ. ത്രികോണ മത്സരം അല്ലെങ്കിൽ ഒരു ട്രൈ കണ്ടസ്റ്റന്റ് അവസ്ഥ അവിടെ ഉണ്ടെന്ന് പറയുമ്പോഴും BJPക്കാണ് നേമത്ത് കൃത്യമായിട്ടുള്ള ഒരു എഡ്ജ് നമ്മൾ പറയുന്നത്. അത് നേമത്ത് പ്രതിഫലിക്കും. ശിവൻകുട്ടി ഇടതുപക്ഷ കേഡർ വോട്ടുകൾ എത്രയധികം പിടിക്കുന്നു എന്ന് ആശ്രയിച്ചായിരിക്കും ശബരിനാഥന്റെ പരാജയവും അതുപോലെ തന്നെ നമ്മുടെ ചന്ദ്രശേഖറിന്റെ വിജയവും എന്ന് ഞാൻ വിചാരിക്കുന്നു. BJP കൃത്യമായിട്ട് നേമത്തും ഒരു പക്ഷേ കഴക്കൂട്ടവും വിജയിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അതെ, ഇപ്പൊ നിയമത്തിന്റെ കാര്യം എടുത്തു പറയുകയാണെങ്കിൽ ശബരിനാഥന്റെ സ്ഥാനാർത്ഥിത്വം എന്ന് പറയുന്നത് വളരെ നിർണായകമായിരുന്നു, വളരെ മികച്ച തീരുമാനം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇത്രയും നാൾ 3ാം സ്ഥാനത്ത് നിന്ന കോൺഗ്രസിന് 2ാം സ്ഥാനമെങ്കിലും പ്രതീക്ഷിക്കാവുന്ന സാഹചര്യമില്ലേ ഇപ്പോൾ? നിയമത്തെ സംബന്ധിച്ച് തീർച്ചയായിട്ടും കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു സെക്കൻഡ് പൊസിഷനിൽ കോൺഗ്രസ് അവിടെ എത്തുമോ എന്നുള്ളൊരു ചോദ്യത്തിന് സാധ്യത എങ്ങനെയാണെന്ന് അറിയില്ല. പക്ഷേ നമുക്കത് പറയാൻ പറ്റുന്നതിലും അപ്പുറമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷെ തീർച്ചയായിട്ടും ശിവൻകുട്ടി കേഡർ വോട്ടുകൾ പിടിച്ചാൽ ഒരു പക്ഷേ ശബരിനാഥൻ 3ാം സ്ഥാനത്തേക്ക് തന്നെ പോകാനാണ് സാധ്യത. അതെ, അപ്പോൾ ഇതുപോലെ ശോഭാ സുരേന്ദ്രൻ, BJPയുടെ തന്നെ ഒരു തുറുപ്പ് ചീട്ടായിരുന്ന ശോഭാ സുരേന്ദ്രൻ ഇത്തവണ മത്സരിച്ചത് പാലക്കാടായിരുന്നു. ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് ഈ വോട്ടെടുപ്പിന് 2 ദിവസങ്ങൾ മുൻപ് വരെ ശോഭാ സുരേന്ദ്രൻ പാലക്കാട് വിജയിക്കും എന്നുള്ള സാധ്യത തന്നെയായിരുന്നു തെളിഞ്ഞത്. അതിനുശേഷം ഉണ്ടായ സാഹചര്യങ്ങൾ വ്യത്യസ്തമായിരുന്നു. എന്നിരുന്നാൽ തന്നെയും പാലക്കാടിന്റെ ചിത്രം എങ്ങനെയാണ് വിലയിരുത്തുന്നത്? പാലക്കാടിനെ സംബന്ധിച്ച് BJP വളരെ ശക്തമായ മത്സരം കാഴ്ചവെക്കുന്ന ഒരു മണ്ഡലമാണ്. എന്നാൽ പാലക്കാട് BJP ജയിക്കാനുള്ള യാതൊരു സാധ്യതയും നിലവിൽ കണക്കുകൾ കാണുന്നില്ല. ഒരു പക്ഷേ കൃത്യമായ കണക്കുകൾ പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പും കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനും കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളുടെയും കണക്കുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് പാലക്കാട് മനസ്സിലാകുന്ന സാഹചര്യം, നിലവിലത്തെ ഇലക്ഷന് പിഷാരടിക്ക് ഒരു കൃത്യമായിട്ടുള്ള എഡ്ജ് ഉണ്ടെങ്കിലും നമ്മുടെ വോട്ടുകളുടെ ഷെയർ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഒരു പക്ഷേ BJPയെ പരാജയപ്പെടുത്താൻ പറ്റുന്ന സാഹചര്യം ഇടതുപക്ഷത്തിനുണ്ട്. അത് കൂടുതലും ഇടതുപക്ഷ കാൻഡിഡേറ്റ് കുറച്ചും കൂടി ശക്തനായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇടതുപക്ഷത്തിന് അവിടെ ഒരു എഡ്ജ് വരുന്ന കണക്കുകളിൽ അങ്ങനെ ഒരു കളി നമുക്കത് മനസ്സിലാകും. പക്ഷെ നിലവിലത്തെ സാഹചര്യത്തിൽ യാതൊരു സംശയമില്ല, പിഷാരടി ജയിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഒരു പക്ഷേ കോൺഗ്രസ് വലിയ ഭൂരിപക്ഷത്തിലൊന്നും അല്ലെങ്കിലും കൃത്യമായിട്ടുള്ള എഡ്ജ് അവിടെ നിലവിലത്തെ സാഹചര്യത്തിൽ രമേശ് പിഷാരടിക്കുണ്ട്. ജനങ്ങളുടെ ഇടയിൽ അദ്ദേഹത്തിന് ഒരു സ്വീകാര്യത പരക്കെ ലഭിച്ചു എന്നുള്ളതിൽ തർക്കമില്ല. അതെ, അപ്പോൾ സരിനെ അവിടെ തഴഞ്ഞതുകൊണ്ട് പാർട്ടിക്ക് നഷ്ടം പറ്റി, ഒരു വീഴ്ച പറ്റിയെന്ന് തന്നെയാണോ വിലയിരുത്തുന്നത്? തീർച്ചയായിട്ടും അങ്ങനെ ഒരു വീഴ്ച പറ്റി എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ചിലപ്പോഴെങ്കിലും ഈ പറഞ്ഞതുപോലെ സരിന്റെ ചില ഇടപെടലുകൾ ഒരു പക്ഷേ പാർട്ടിയിലെ കേഡർ വോട്ടുകൾ കൃത്യമായി എത്തിക്കാനും ഒരു പക്ഷേ പാർട്ടിയുടെ ഒരു അഗ്രസീവ് മുഖമായി സരിൻ മാറുകയും ചെയ്യുന്ന കാഴ്ച ചിലപ്പോഴെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഈ തിരഞ്ഞെടുപ്പിൽ അത് അത്ര പ്രസക്തമാണോ എന്നുള്ള ന്യായമായ സംശയം എനിക്കുണ്ട്. സരിൻ
എന്നുള്ളതിലുപരി ഒരു ആന്റി ഇൻകംബൻസി, ഒരു ഭരണവിരുദ്ധ വികാരത്തോടൊപ്പം തന്നെ ഒരു കോൺഗ്രസിന് ഒരു സഹതാപതരംഗവും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തീർച്ചയായിട്ടും പിഷാരടി പോലൊരു കാൻഡിഡേറ്റിനെതിരെ, പിഷാരടിയെ പോലൊരു കുറച്ചും കൂടെ പോളിഷ്ഡ് ആയിട്ടുള്ള രാഷ്ട്രീയ ഒരു പൊളിറ്റിക്കൽ കാൻഡിഡേറ്റിനെതിരെ, ഒരു രാഷ്ട്രീയ നേതാവിനെതിരെ സരിൻ അത്ര സ്യൂട്ടബിളുമാണെന്ന് ഞാൻ കരുതുന്നില്ല. നിലവിലത്തെ സാഹചര്യത്തിൽ പിഷാരടിക്ക് തന്നെയാണ് എഡ്ജ് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതെ. അപ്പോൾ താങ്കളുടെ വിലയിരുത്തലിൽ കേരളത്തിൽ മത്സരിക്കുന്ന നമ്മുടെ ഈ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച മന്ത്രിമാരിൽ ആരൊക്കെയായിരിക്കും തോൽവി ഏറ്റുവാങ്ങാൻ പോകുന്നത്? മേഘയുടെ ഒരു ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. ഞാൻ എന്താ ചോദിക്കാത്തതെന്ന് ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു. ഇത് വളരെ രസകരമായിട്ടുള്ള ചോദ്യമാണ്. ഇത് എത്ര മന്ത്രിമാർ ജയിക്കും എന്നുള്ള ചോദ്യത്തിന് ഒരു 80% മന്ത്രിമാരും തോക്കും എന്നതാണ് എന്റെ കണക്കുകൂട്ടൽ. ഇതിനകത്ത് ഇപ്പൊ ഞാൻ ഇരിക്കുന്ന കോട്ടയത്ത് ഏറ്റുമാനൂർ എന്ന് പറയുന്ന മണ്ഡലത്തിൽ ഞാൻ മനസ്സിലാക്കുന്നതും എന്റെ കണക്കുകൂട്ടൽ അനുസരിച്ചും ശ്രീ VN വാസവൻ തോൽക്കാനാണ് സാധ്യത. അതൊരു പക്ഷേ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഇടപെടലുകൾ വേണ്ട തരത്തിൽ പ്രതിഫലിച്ചില്ല എന്നുള്ളത് കൊണ്ട് മാത്രമല്ല, ചില വികസന പ്രവർത്തനങ്ങൾ ഏറ്റുമാനൂരിന്റെ റൂറൽ ഏരിയാസിലേക്ക് എത്തിയില്ല. ഈ മന്ത്രിമാരെ സംബന്ധിച്ച് കേവലം വികസന പ്രവർത്തനങ്ങൾ മാത്രമല്ല, ഒരു മെഷീനറി ചലിപ്പിക്കുക അല്ലെങ്കിൽ ഒരു ഗവേണൻസ് നടത്തുക എന്ന് പറയുമ്പോൾ പലപ്പോഴും മണ്ഡലങ്ങളിലേക്കും അതിന്റെ അകത്തലങ്ങളിലേക്കും ശ്രദ്ധിക്കാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. ഈ മന്ത്രിമാരുടെ കേസിൽ കൂടുതലും രണ്ടാം പിണറായി സർക്കാർ വന്ന സമയത്ത് ഒരു ഉദ്യോഗസ്ഥ ഏകോപനം, ഒരു കോർഡിനേഷൻ നടക്കാതെ വരികയും നമ്മുടെ ഭരണ മികവ് എന്ന് പറയുന്നത് കേവലം സർക്കാരിന്റെ സ്റ്റേറ്റ്മെന്റുകളിൽ മാത്രം ഒതുങ്ങിപ്പോവുകയും ചെയ്തത് കൊണ്ടാണ് യാതൊരു സംശയമില്ല ജനങ്ങൾക്കൊരു ടച്ച് ഫീൽ ചെയ്തിട്ടില്ല. 2021 എന്തുകൊണ്ടാണ് ചരിത്രപരമായിട്ടുള്ള ഒരു തിരഞ്ഞെടുപ്പ് നടക്കുകയും ആ തിരഞ്ഞെടുപ്പിൽ തിരിച്ചു വരുന്ന ഒരു സാഹചര്യം ഇടതുപക്ഷത്തിന് ഉണ്ടാകുകയും ചെയ്തത്? ജനങ്ങൾക്ക് ആ ഒരു ടച്ച്, ഒരു പേഴ്സണൽ ടച്ച് ഫീൽ ചെയ്തിരുന്നു. വളരെ കപ്പിത്താനെന്നും കപ്പലിലെ നിയന്ത്രണം ഏറ്റെടുക്കുന്ന മുഖ്യമന്ത്രി എന്നൊക്കെ പറഞ്ഞ് വാചാലമായ മുഖ്യമന്ത്രി, തീർച്ചയായിട്ടും ആ തരത്തിൽ പ്രൊജക്ട് ചെയ്തിരുന്ന മുഖ്യമന്ത്രി ഒരു 5 വർഷത്തിനപ്പുറം നിൽക്കുന്നത് എന്താണ്? ഒരു ഭരണപരമായിട്ടുള്ള യാതൊരുവിധ കോർഡിനേഷനും ഇല്ലാത്ത സാഹചര്യത്തിൽ ഒരു ഓട്ടോ പൈലറ്റിംഗ് മോഡില് സർക്കാർ പോകുന്നതാണ് കണ്ടത്. ഇത് മന്ത്രിമാരുടെ മണ്ഡലങ്ങളിൽ മന്ത്രിമാർക്കെതിരെ കൃത്യമായി പ്രതിഫലിക്കും. ഒരു 7-8 മന്ത്രിമാരെങ്കിലും തോൽക്കാൻ തന്നെയാണ് സാധ്യത, അതിൽ യാതൊരു സംശയമില്ല. ഇപ്പൊ ഇടുക്കിയിലാണെങ്കിൽ റോഷി അഗസ്റ്റിൻ അടക്കമുള്ളവർ, അങ്ങനെ നമ്മൾ ജയിക്കുമെന്ന് കരുതിയിരുന്നവരൊക്കെ തോൽക്കും. ഇവ തൃത്താലയിൽ ഏറ്റവും നല്ല മന്ത്രിയായിരുന്നു, വ്യക്തിപരമായി പറയുകയാണെങ്കിൽ MP രാജേഷ് എന്ന് പറയുന്ന മന്ത്രി. നമുക്കറിയാം പല നല്ല പ്രവർത്തനങ്ങളും, ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ ബ്രഹ്മപുരം അടക്കമുള്ള വിഷയത്തിൽ ഇടപെടുകയും അത് കൃത്യമായി പരിഹരിക്കുകയും ചെയ്ത ഒരാളാണ്. നല്ല എക്സൈസ് മന്ത്രി ആയിരുന്നു, നല്ല ആശയങ്ങൾ കൊണ്ടുവന്നു. ഇതൊക്കെ പറഞ്ഞാലും MP രാജേഷ് തോൽക്കുന്നൊരു സ്ഥിതിയാണ് തൃത്താലയിലുള്ളത്. അതുപോലെ തന്നെയാണ് ഗണേഷ് കുമാർ. KSRTCയെ വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ട് ലാഭത്തിലാക്കുകയും ഒരു വികസനത്തിന്റെ പാതയിൽ KSRTCയെ എത്തിക്കുകയും ചെയ്ത മന്ത്രിയാണെങ്കിൽ ഗണേഷ് കുമാർ പത്തനാപുരത്ത് തോൽക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. അപ്പം ഇങ്ങനെ മന്ത്രിമാരെ ആകമാനം, അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഭരണത്തിൽ വേണ്ടിയിരുന്ന ഒരു കോർഡിനേഷൻ ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾക്കിടയിൽ മുഖ്യമന്ത്രി നേരിട്ട് നടത്തേണ്ട ആ കോർഡിനേഷൻസ് നടക്കാത്തതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള പാളിച്ചകൾ അവരുടെ മണ്ഡലങ്ങളിലും ഭരണ സംവിധാനത്തിലും ആകെ നടന്നതുകൊണ്ട് വ്യക്തിപരമായി ചില മന്ത്രിമാർ വളരെ മികച്ചതായിരുന്നെങ്കിൽ പോലും അവർക്ക് ഇത് തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഈ ഭരണവിരുദ്ധ വികാരമൊക്കെ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ അത് ഒരു വോട്ടാക്കാനോ ആ ഒരു സ്വിംഗ് അവരുടെ അനുകൂലമായിട്ട് ക്രിയേറ്റ് ചെയ്യാനോ പറ്റിയില്ല എന്നത് തന്നെയാണ് ഇപ്പോൾ കാണുന്നത്. അതെ. അപ്പോൾ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് മത്സരിക്കുന്ന ബേപ്പൂർ, ഈ പറഞ്ഞ 80% മന്ത്രിമാർ തോൽക്കും എന്ന് പറയുമ്പോൾ ബേപ്പൂരും അതിൽ ഉൾപ്പെടുമോ? ബേപ്പൂരിൽ അതിൽ ഇപ്പം നമ്മളൊരു കാര്യം പറയുമ്പോൾ അതിനകത്ത് കൃത്യമായിട്ട് പറയണം എന്നുള്ളതുണ്ട്. ബേപ്പൂരിനെ സംബന്ധിച്ച് ഞാൻ പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് മുഹമ്മദ് റിയാസ് ജയിക്കുമെന്നാണ്. അതിന്റെ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ പല സംഘർഷങ്ങളും അവിടെ ഉണ്ടെങ്കിലും ബേപ്പൂരിൽ കൃത്യമായിട്ടൊരു ഗ്രൗണ്ട് ലെവൽ വർക്ക് നടന്നു എന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ ഇതിനകത്ത് നമ്മൾ മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ടെന്ന് പറയുന്ന പോലെയല്ല. പക്ഷേ ഇതിനകത്ത് ബേപ്പൂരിലെ ഈ കൺസോൾട്ടേഷൻ ഏത് തരത്തിലാണ്, അതല്ലെങ്കിൽ ഒരു മൈനോറിറ്റി കൺസോൾട്ടേഷൻ ഏത് തരത്തിലാണ് വർക്ക് ചെയ്യുന്നത്, അതെങ്ങനെയാണ് അതിന്റെ ഒരു ഔട്ട്കം വരുന്നത്, ആ ഒരു സ്വിംഗ്, ഞാൻ ഈ പറയുന്ന ആ ഒരു എക്സ്ട്രാ വോട്ടുകൾ എങ്ങനെയാണ് പോൾ ചെയ്യപ്പെടുന്നത് എന്നുള്ളത് ഭയങ്കര ശക്തമായി വടക്കൻ കേരളത്തിൽ തീർച്ചയായിട്ടും ആ ഒരു ശക്തമായിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ജനങ്ങളുടെ ഇടയ്ക്ക് ഉണ്ട് സർക്കാരിനെതിരെ. അതിൽ യാതൊരു സംശയവുമില്ല.
അത് വളരെ മോശമായി വന്നാൽ ഒരു പക്ഷേ റിയാസും തോൽക്കാൻ തന്നെയാണ് സാധ്യത. പക്ഷെ റിയാസ് വലിയൊരു മികച്ച മന്ത്രിയൊന്നും ആയിരുന്നില്ല. അവസാനം വന്ന സമയത്ത് പല പദ്ധതികളിലും NHAയുടെ എക്സിക്യൂഷൻ അടക്കം ഉള്ള കാര്യങ്ങളിലൊക്കെ വലിയ പ്രശ്നങ്ങൾ നടന്നിരുന്നു. അപ്പോൾ വലിയ നല്ല മന്ത്രിയൊന്നും ആയിരുന്നില്ല. പക്ഷെ ഒരു പക്ഷേ ജയിക്കാൻ സാധ്യതയുണ്ട്. ഈ PV അൻവറിനെ പോലെയുള്ള ആൾക്കാർ കാൻഡിഡേറ്റ് നടത്തിയ പ്രവർത്തനങ്ങൾ പൊതുവെ സർക്കാരിന് വിരുദ്ധമായിട്ട് നടത്തിയ കാര്യങ്ങൾ പൊതുവെ UDFന് അനുകൂലമായിരുന്നെങ്കിലും PV അൻവറിന് അത് എൻകാഷ് ചെയ്യാൻ പറ്റുമോ പേഴ്സണലി എന്നുള്ളത് നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ്. പക്ഷെ കോഴിക്കോടും ഈ പറയുന്ന തൃശ്ശൂരും അടക്കമുള്ള സ്ഥലങ്ങളിൽ ചില പോക്കറ്റുകളിൽ പ്രതീക്ഷിക്കാത്ത തിരിച്ചടികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പരക്കെ ഉണ്ടാകുന്ന തിരിച്ചടികളിൽ അങ്ങനെ ചിലയിടങ്ങളിൽ ഇതുപോലെ പ്രതീക്ഷിക്കാത്ത തിരിച്ചടികൾ ഉണ്ടായാൽ ഈ പറയുന്ന ആൾക്കാരൊക്കെ തോൽക്കാനും സാധ്യതയുണ്ട്. അതെ, അതുപോലെ തന്നെ കേരളം ഉറ്റുനോക്കുന്ന മറ്റൊരു മണ്ഡലമാണ് പേരാവൂർ. അവിടെ കേരളത്തിന്റെ കോവിഡിൽ കേരളത്തിന്റെ അമ്മ പരിവേഷം കിട്ടിയ KK ശൈലജ ടീച്ചറും അതുപോലെ തന്നെ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫുമാണ് മത്സരിക്കുന്നത്. അവിടെ ഒരു ട്രിക്കി സെലക്ഷൻ ആയിരുന്നു CPMന്റെ സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ച് ആലോചിക്കുകയാണെങ്കിൽ. അപ്പോൾ KPCC പ്രസിഡന്റിനെ പരാജയപ്പെടുത്തുമോ KK ശൈലജ ടീച്ചർ? യാതൊരു സംശയമില്ല, തോൽപ്പിക്കത്തില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ KPCC പ്രസിഡന്റ് തന്നെ ജയിക്കാനാണ് സാധ്യത. അതിന്റെ ഒരു കണക്കൂട്ടൽ എങ്ങനെയാണ്? KPCC പ്രസിഡന്റ് എന്ന് പറയുന്ന സണ്ണി വക്കീൽ എന്ന് എല്ലാവരും പറയുന്ന അദ്ദേഹം കോൺഗ്രസിന്റെ ഒരു മുഖമായിരുന്നു, അല്ലെ? നമുക്കറിയാം അദ്ദേഹത്തെ ജനങ്ങൾ അദ്ദേഹം എന്താണ് പറയുന്നത് അവസാന കാലമായ സമയത്തൊക്കെ VD സതീശനോട് ഒപ്പം തന്നെ അദ്ദേഹത്തെ ആൾക്കാർ കേൾക്കാൻ അത്ര അറ്റൻഷൻ കിട്ടിയ ഒരാളാണ്. പ്രധാനപ്പെട്ട കാരണം അത് തന്നെയാണ്. കോൺഗ്രസിന്റെ ഒരു മുഖത്തെ ഇപ്പൊ ജനങ്ങൾ പരാജയപ്പെടുത്തുമോ? പല സ്ഥലങ്ങളിലും കോൺഗ്രസിന്റെ മിക്ക മുഖങ്ങളും ജയിക്കുന്നത് പലപ്പോഴും ഇടതുപക്ഷത്തോടുള്ള കടുത്ത വിരോധം കൊണ്ടാണ്. അല്ലെങ്കിൽ ഈ പറഞ്ഞ ഭരണവിരുദ്ധ വികാരം വളരെ ഒരു പേഴ്സണൽ ടച്ച് ഇല്ലാത്ത ഒരു ഗവൺമെന്റ് എന്നുള്ള നിലയ്ക്ക് വന്നപ്പോൾ അതിനെതിരെയുള്ള ഒരു റെസിസ്റ്റൻസ് ആണ് പലപ്പോഴും നമ്മൾ നാളെ കൗണ്ട് ചെയ്യുമ്പോൾ കാണാൻ പോകുന്നത്. ആ സ്ഥിതിക്ക് ശൈലജ എന്ന് പറയുന്ന UDFന് പോലും സ്വീകാര്യമായിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് ആണെങ്കിൽ പോലും അടുത്ത മുഖ്യമന്ത്രിയായി UDF ആഗ്രഹിക്കുന്ന, CPM ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, UDF പ്രവർത്തകർ പോലും ആഗ്രഹിക്കുന്ന, CPMന്റെ മുഖ്യമന്ത്രിയായി ആഗ്രഹിക്കുന്ന, CPMലെ ചിലരെങ്കിലും മുഖ്യമന്ത്രി കാൻഡിഡേറ്റ് ആകണമെന്ന് വിചാരിക്കുന്ന, ഈ പറഞ്ഞ പോലെ കോവിഡിന്റെ കാലത്ത് കേരളത്തെ കരുതലിന്റെ കരങ്ങളാൽ പിടിച്ചു നിർത്തിയ ശൈലജ ടീച്ചർ ആണെങ്കിൽ പോലും സണ്ണി വക്കീലിനെ ഒരാളെ, കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട മുഖമായിട്ടുള്ള ഒരാളെ ഈ ഇത്രയും വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ മിക്ക സീറ്റുകളും അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഒരു 78-നും 82-നും ഇടയ്ക്ക് കോൺഗ്രസ് ജയിക്കാൻ പോകുന്ന, CPMന്റെ 100 സീറ്റ് എന്നുള്ള ഒരു 55-നും 60-നും തിരിച്ചു വരാൻ പോകുന്ന ഒരു തിരഞ്ഞെടുപ്പിൽ ജയിക്കുമെന്ന് ചോദിച്ചാൽ ജയിക്കാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ്. അത് സണ്ണി വക്കീലിനെ ഒരാളെ തോൽപ്പിക്കാൻ സാധിക്കില്ല എന്ന് മാത്രമല്ല, നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒരു പക്ഷേ ശൈലജ ടീച്ചറിനെ ഈ ഒരു വല്ലാത്ത മാനസിക ബുദ്ധിമുട്ടിൽ, അല്ലെങ്കിൽ മാനസിക ബുദ്ധിമുട്ടെന്നുള്ളതല്ല, ഈ വല്ലാത്തൊരു ട്രാപ്പിൽ കൊണ്ട് എത്തിച്ചു പാർട്ടി എന്ന് തന്നെ പറയേണ്ടി വരും. ഒരു പക്ഷേ പാർട്ടിക്ക് കുറച്ചും കൂടി സേഫ് സീറ്റ് കൊടുത്ത് ഈ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാമായിരുന്നു എന്നതാണ് അതിനകത്ത് എന്റെ ഒരു വിമർശനം.